വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത അങ്ങനെ താലിയും പിടിച്ച് നിൽക്കുമ്പോഴാണ് സുസ്മിതയെന്ന് വിളിച്ചുകൊണ്ട് ശാലിനി അങ്ങോട്ടത്തേക്ക് വരുന്നത്. നീ എന്താ താലിയുടെ സൗന്ദര്യം കാണുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ഇത്തിരി പൊന്നിൽ എന്തോന്ന് കാണാനാണ് എന്ന് പറഞ്ഞ് സുസ്മിത പരിഹസിക്കുകയാണ്. അന്നേരം ഇത്തിരി പൊന്നോ, ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് ഇതെന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം വീണ്ടും ശാലിനി പറയുന്നുണ്ട്, ഇത് സുസ്മിത, നിന്റെ കല്യാണം എന്തായാലും കഴിഞ്ഞു, നീ ഇനി പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ നോക്ക്, നിനക്ക് ഇനിയും നന്നാവാൻ സമയമുണ്ട് എന്ന് പറയുമ്പോൾ ഈ സുസ്മിത നന്നാവാനോ 2 വട്ടം ആഗ്രഹിച്ച പുരുഷൻ താലിയും കൊണ്ടുവന്നിട്ട് കഴുത്തറ്റം വരെ എത്തിയതാണ്. അബദ്ധത്തിൽ അങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ഒരു താലി വീണു എന്ന് കരുതി ഒരു വണ്ട് വന്ന് വീഴുന്ന ലാഘവത്തോടു കൂടി ഞാനതങ്ങ് തട്ടിക്കളയും, ഞാനിത് പൊട്ടിച്ചു കളഞ്ഞു, എനിക്കിത് വേണ്ട, നിന്റെ മുമ്പിൽ ഞാൻ എന്തായാലും പരാജയപ്പെടില്ല, വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിലും നിന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയാണ്, ഇത് സുസ്മിതയാണ് സുസ്മിത എന്നിങ്ങനെ അഹങ്കാരത്തോടു കൂടി സുസ്മിത പറയുകയാണ്. അന്നേരം ശാലിനി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശത്രുവല്ല, നീ നന്നാവാൻ നോക്ക്, നിനക്കൊരു നല്ല ജീവിതം വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ആട്ടിൻകൂട് പോലുള്ള ഈ വീട്ടിൽ എന്നെ കൊണ്ടിട്ടിട്ട് നിനക്ക് ജയിക്കാനായിട്ട് ഞാൻ അവസരം തരണമല്ലേ, അതെന്തായാലും സംഭവിക്കില്ല എന്ന് പറഞ്ഞങ്ങ് ദേഷ്യത്തോടു കൂടി സുസ്മിത നിൽക്കുകയാണ്. ശാലിനി എന്തൊക്കെ പറഞ്ഞിട്ടും സുസ്മിത അത് അനുവദിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നിനക്ക് നന്നാവാൻ യാതൊരു ഉദ്ദേശവുമില്ല, എൻ്റെ വിഷ്ണുവേട്ടനും വിടാനായിട്ട് നിനക്ക് ഉദ്ദേശമില്ലെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൂര്യനും ചന്ദ്രനുമൊക്കെ മാറി മാറി ഉദിച്ചെന്നിരിക്കും, പക്ഷേ ഈ സുസ്മിതയുടെ മനസ്സിന് ഒരു മാറ്റവും വരില്ല എന്ന് സുസ്മിതയെ തറപ്പിച്ച് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സൂര്യനും ചന്ദ്രനും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ ഫാമാൻറ്റി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്, നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം നിന്റെ ഫാമാൻറ്റിയാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ആരായാലും എനിക്കെന്താ, ഫാമാൻറ്റി വന്ന് എൻ്റെ മൂക്ക് ചെത്തിക്കളയുമോ, ഞാൻ വരില്ല എന്ന് സുസ്മിത തറപ്പിച്ചങ്ങ് പറയുകയാണ്. നീ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞൊരു സുസ്മിത ഒരു ദേഷ്യത്തോടെ നോട്ടം നോക്കിയിട്ട് ശാലിനി അങ്ങ് പോവുകയാണ്. അന്നേരവും താലിയും പിടിച്ച് കറക്കി അതേ ദേഷ്യത്തിൽ കലിതുള്ളി സുസ്മിത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ഈ കൊലക്കയറ് കെട്ടിയവനെ കൊണ്ട് തന്നെ ഫാമാൻറ്റി പോലും അറിയാതെ ഇത് അഴിക്കാനായിട്ട് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ആ താലി അങ്ങ് തറയിലേക്ക് സുസ്മിത അങ്ങ് വലിച്ചെറിയുകയാണ്. ഇതേസമയം ഭാമ പത്മാവതിയായിട്ട് ഇരുന്നങ്ങ് സംസാരിക്കുകയാണ്. വീടിൻ്റെ വലിപ്പത്തിലൊന്നുമല്ല, മനസ്സുകൾ തമ്മിലുള്ള ഇണക്കത്തിലാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനി വരുന്നത്. അവളെന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും, എഴുന്നേറ്റു എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ ശാലിനി ഇങ്ങനെ താരി നോക്കുന്നുണ്ട്. തുടർന്ന് ഇരിക്കുന്ന വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുകയാണ്. ഇതേസമയം ശാലിനി പത്മാവതിയോട് സത്യഭാമ ചോദിക്കുന്നുണ്ട്, അവൾ എന്താ കിടക്കുന്നതെന്ന്. അന്നേരം രാവിലെ മുതൽ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് നിന്നല്ലേ, ക്ഷീണം കാണും, കിടന്നോട്ടെ എന്ന്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, വീട്ടിലെ ജോലിയൊന്നും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കണ്ട, ഒരു വീട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അവൾ പഠിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പത്മാവതി പറയുകയാണ്, അവൾ വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ട, എനിക്കാവതുള്ള കാലത്തോളം ഞാൻ തന്നെ ചെയ്തോളാം, സുസ്മിത അവളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് പത്മാവതി സംസാരിക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. എൻ്റെ അടുക്കളയിൽ വേറെ ആരെങ്കിലും കയറി ജോലി ചെയ്യുന്നതോ എൻ്റെ തുണി തിരുമുന്നതോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പത്മാവതി അങ്ങ് സത്യഭാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സത്യഭാമയ്ക്ക് ഒരു കോൾ വരുമ്പോൾ സത്യഭാമ ഫോണിലങ്ങ് സംസാരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ കണ്ണുകൊണ്ട് എന്താ പ്രശ്നമെന്ന് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് വന്ന് വിഷ്ണു പറയുകയാണ്, ഒരു പ്രശ്നമുണ്ട് വിഷ്ണു കേട്ടോ, അവൾ വരില്ല എന്നും പറഞ്ഞ് റൂമിൽ വാശി പിടിച്ചിരിക്കുകയാണെന്ന്. അന്നേരം അതെന്താ കാര്യം എന്നിങ്ങനെ വിഷ്ണു പതിയെ ഭാമ കേൾക്കാതെയാണ് ചോദിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ രോഹിത്തിൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് വരുമെന്ന്. ശാലിനി പറഞ്ഞ് തീരുന്നതിന് മുമ്പേ സുസ്മിതയുടെ മെസ്സേജ്, വാട്സപ്പിലെ മെസ്സേജ് രോഹിത്തിൻ്റെ ഫോണിലേക്ക് വരികയാണ്. സുസ്മിത ടൈപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, പ്ലീസ് കം ടു മൈ റൂം എന്നുള്ള മെസ്സേജ് രോഹിത്തിൻ്റെ ഫോണിൽ വരുമ്പോൾ രോഹിത് അത് വായിച്ചിട്ട് ഇങ്ങനെ ശാലിനിയെയും വിഷ്ണുവിനെയും നോക്കുകയാണ്. അന്നേരം ശാലിനി വിഷ്ണുവിനെ നോക്കുന്നുണ്ട്, താൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ എന്ന്. തുടർന്ന് എന്താന്നിങ്ങനെ വീണ്ടും വിഷ്ണു ഇങ്ങനെ കണ്ണുകൊണ്ട് പിരിയം ചുളിച്ച് രോഹിത്തിനോട് ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ സുസ്മിത ചെല്ലാൻ പറഞ്ഞു എന്ന് ഇങ്ങനെ അതേപോലെ അങ്ങ് കാണിക്കുമ്പോൾ ചെല്ല് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് രോഹിത് അങ്ങ് സുസ്മിതയുടെ മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഭാമ. തുടർന്ന് രോഹിത് അങ്ങ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ സുസ്മിത ദേഷ്യപ്പെടുകയാണ്, എന്നെ തിരിച്ച് ഫാമാൻറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്ക്, നമുക്ക് തമ്മിൽ പിരിയാം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ബഹളം വയ്ക്കുകയാണ്. അന്നേരം രോഹിത് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് 2-3 തവണ ഉച്ചത്തിൽ പറയുമ്പോൾ അത് സത്യഭാമ പുറത്ത് ഹാളിലിരിക്കുന്ന ഭാമ കേൾക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും പത്മാവതിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം ഭാമ അത് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിത അങ്ങ് ഉച്ചത്തിൽ സംസാരിക്കുകയാണ്, ഞാൻ ആരാന്നാണ് നിന്റെ വിചാരം, UK ജോലി ചെയ്യുന്ന രാജശേഖരൻ്റെയും സർലയുടെയും
ഭാമയുടെയും മകളാണ്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ് എൻ്റെ പുറകെ നടന്ന് സമയം കളയരുത് എന്നുള്ളത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിൻ്റെ ഈ വീടും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ബാധ്യതയുമില്ല. താലി പൊട്ടിച്ച് ഞാനിവിടുന്ന് പോയാൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ ഒരു നാണക്കേട്. അതുകൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടാക്ക്. ഇപ്പോഴാണെങ്കിൽ അവരെല്ലാവരും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭാമയും വിഷ്ണുവും ശാലിനിയും ഒക്കെ അങ്ങ് വാതിൽക്കലേക്ക്, ആ റൂമിൻ്റെ വാതിൽക്കലേക്ക് വരികയാണ്. സത്യഭാമ അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ് സുസ്മിത ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട്. പക്ഷേ സുസ്മിത ഭാമയെയും മറ്റുള്ളവരെയും വാതിൽക്കൽ നിൽക്കുന്നത് കാണുന്നില്ല. തുടർന്ന് ചളമാകുമോ എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിന് ധൈര്യം കൊടുക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയുടെ ദേഷ്യം കണ്ട് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഭാമ പോകുമ്പോൾ നിൽക്കമ്മേ എന്നും പറഞ്ഞ് വിഷ്ണു ഭാമയെ പിടിച്ചു നിർത്തുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിതയെ ദേഷ്യപ്പെടുകയാണ്. നിനക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസാണിത്. എൻ്റെ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് ദുരിതവും ദുഃഖവും മാത്രമായിരിക്കും. പിന്നെ നിനക്ക് കുത്തിയിരുന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് പോയി പറ, എല്ലാവരോടും പോയി പറയും നീ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുകയാണെന്ന്. പോയി പറ എന്നും പറഞ്ഞ് സുസ്മിതയെ ദേഷ്യപ്പെടുമ്പോൾ അങ്ങ് രോഹിത് അങ്ങ് നിരാശയായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ഭാമയെയും വിഷ്ണുവിനെയും ശാലിനിയും ഒക്കെ കാണുന്നത്. തുടർന്ന് അതുവരെ ടെൻഷൻ അടിച്ചിരുന്ന രോഹിത് അങ്ങ് ചിരിക്കുകയാണ്. ചിരിയാവുന്നുണ്ട് മുഖത്ത്. അന്നേരം സുസ്മിത കരുതുകയാണ്, ഈ റിയാക്ഷൻ അല്ലല്ലോ ഇപ്പം വേണ്ടത്, ഇവൻ എന്തിനാ ഇങ്ങനെ ഭാവം മാറിയത് എന്നിങ്ങനെ ചിന്തിച്ച് നിന്നിട്ട് സുസ്മിതയെ നോക്കുമ്പോൾ വാതിൽക്കൽ അവരെല്ലാവരും നിൽക്കുന്ന കാണുന്നുണ്ട്. ഇവരിത് എപ്പോൾ വന്നു എന്നും പറഞ്ഞ് അങ്ങ് ആകെ വിളറി അങ്ങ് വിയർത്ത് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് മനസ്സിൽ കരുതുകയാണ്, നീ പെട്ടു സുസ്മിത, നിന്റെ ടൈമിങ് കറക്റ്റ് ആയിരുന്നു. ഇനി നിനക്കിതിൽ നിന്നും എന്തായാലും തലയുരാനാവില്ല. ഇനി നിന്റെ നവരസങ്ങൾ പുറത്തെടുത്തോ, ശൃംഗാരം പുറത്തെടുത്തോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ അങ്ങ് ശാലിനി അങ്ങ് കളിയാക്കി അതോർത്ത് ചിരിക്കുകയാണ്. തുടർന്ന് സുസ്മിത കരുതുകയാണ്, ഇവരിതെപ്പോൾ വന്നു, ഞാൻ പെട്ടല്ലോ, ഇവനെ കൊണ്ട് തന്നെ എന്നെ ഇഷ്ടമല്ല എന്ന് പറയിപ്പിച്ച് ഈ ബന്ധത്തിൽ നിന്നും തടിയൂരാനാണ് ഞാൻ വിചാരിച്ചത്. എന്നാലല്ലേ ഭാമാൻ്റി എന്നെ എങ്ങോട്ട് കയറ്റുകയുള്ളൂ, എന്നാലല്ലേ എനിക്ക് അവിടെ നിന്ന് വീണ്ടും വിഷ്ണുവേട്ടന് വേണ്ടി പൊരുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട സ്ഥിതിക്ക് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ തലയൂരുമെന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് സുസ്മിത നിൽക്കുകയാണ്. പക്ഷേ അതേസമയം പുറത്ത് ഭാമ അങ്ങ് ദേഷ്യത്തോടെ മുഖമൊക്കെ ചുവന്നങ്ങ് വിറച്ച് നിൽക്കുകയാണ് സുസ്മിതയുടെ സംസാരം കേട്ടിട്ട്. അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഞാൻ പറഞ്ഞത് തന്നെ ചെയ്തോ സുസ്മിത, നിനക്കിനി അതേ വഴിയുള്ളൂ എന്ന്. അന്നേരം ആലോചിക്കുന്ന സുസ്മിത, അത് തന്നെ, ഇനി അതേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഭാവം മാറുകയാണ് സുസ്മിതയ്ക്ക്. തുടർന്ന് സുസ്മിത രോഹിത്തിനോട് പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് രോഹിത്തേട്ടൻ കരുതിയോ? ഏതൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുള്ളൂ, പക്ഷെ ഞാനങ്ങനെ പറയില്ല. എനിക്ക് അത്രയ്ക്കുണ്ട് രോഹിത്തേട്ടനോടുള്ള പ്രണയം. എനിക്ക് എന്നെ ഇവിടെ നിന്ന് എങ്ങും കൊണ്ടുപോകണ്ട. 7 നിലയുള്ള കൊട്ടാരത്തെക്കാളും എനിക്ക് കൊച്ചു വീട് തന്നെയാണ് വലുത്. രോഹിത്തേട്ടൻ്റെ ഗന്ധവും മണവും ഒക്കെയുള്ള ഈ വീട് തന്നെ നമുക്ക് മതി. എപ്പോഴും ഞാൻ രോഹിത്തേട്ടൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. അന്നേരം വായം തുറന്ന് രോഹിത് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിനും ശാലിനിക്കും ചിരി വരുന്നുണ്ട്. പക്ഷേ ഭാമയ്ക്ക് അങ്ങ് സന്തോഷമാകുകയാണ്. സുസ്മിത അത് ആദ്യം പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞതാണെന്ന് തോന്നുമ്പോൾ ഭാമ അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് രോഹിത്തേട്ടൻ്റെ മടിയിൽ തലവെച്ച് തന്നെ എനിക്ക് വീട്ടിൽ കിടന്ന് മരിക്കണം എന്നൊക്കെ പറഞ്ഞ് സാഹിത്യ ഭാഷയിൽ അങ്ങ് പെർഫോം ചെയ്യുകയാണ് സുസ്മിത. അന്നേരവും ഭാമ അങ്ങ് മുറിയിലേക്ക് കയറാൻ വരുമ്പോൾ വീണ്ടും വിഷ്ണു പിടിച്ചു നിർത്തുകയാണ്. അന്നേരം സുസ്മിത കരുതുന്നുണ്ട്, ഈ വിഷ്ണുവേട്ടൻ എന്തിനാണ് ഭാമാൻ്റിയെ പിടിച്ചു നിർത്തുന്നത്? ഞാൻ ഇത്രയും പെർഫോം ചെയ്തില്ലേ, ഇനി ഇതിന് മുകളിൽ ഞാൻ എന്ത് പറയാനാണ്? ഇവനാണെങ്കിൽ ഇങ്ങനെ അരമനയിൽ കാറ്റടിച്ച പോലെ അങ്ങ് മല പോലെ നിൽക്കുകയാണ്, ഞാൻ ഇനി എന്ത് പറയും എന്ന് പറഞ്ഞ് ആലോചിക്കുകയാണ്. തുടർന്ന് ശാലിനി മനസ്സിൽ പറയുകയാണ്, നീ അടുത്ത ആയുധം പുറത്തെടുത്തോ സുസ്മിതയെന്ന. അന്നേരം സുസ്മിത അടുത്ത അടവ് പ്രയോഗിക്കുകയാണ്. ഇതിലും ഭേദം ചാവുന്നത് തന്നെയാണ്, എന്നാലും കടുകുമണിയോളം പോലും ഭാമാൻ്റിക്ക് സംശയം തോന്നാൻ പാടില്ല, ഇത് തന്നെ വഴിയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് രോഹിത്തിനെയും കെട്ടിപ്പിടിക്കുകയാണ്. രോഹിത് അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്. ഞാൻ ഇതിനു വേണ്ടി എന്ത് പുണ്യമാണ് ചെയ്തത്, രോഹിത്തേട്ടനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് എന്നും പറഞ്ഞങ്ങ് ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിനും ശാലിനിക്കും ഭാമയ്ക്കും ഒക്കെ നാണം വരികയാണ്. ഭാമ ഇങ്ങനെ കൈകൊണ്ട് മുഖമൊക്കെ മറയ്ക്കുമ്പോൾ വിഷ്ണു മുഖം മറയ്ക്കുന്നുണ്ട്. എന്നെ നോക്കല്ലേ അമ്മ, എനിക്ക് നാണം വരുന്നു എന്നൊക്കെ വിഷ്ണു പറയുക. ഈ പെണ്ണത് എന്തുവാ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് സത്യഭാമയും. തുടർന്ന് രോഹിത്തിൽ നിന്നും ആ പിടിവിട്ടിട്ട്, ഇതിനൊക്കെയുള്ള യോഗ്യത എനിക്കുണ്ടോ രോഹിത്തേട്ട? ഇനിയുള്ള ജന്മം എത്ര ജന്മം ഉണ്ടെങ്കിലും എനിക്ക് രോഹിത്തേട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം എന്നൊക്കെ അങ്ങ് സുസ്മിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഭാമയെ പിടിവിടുന്നുണ്ട്. തുടർന്ന് ഭാമ അങ്ങ് ചുമച്ച് കാണിക്കുമ്പോഴാണ് സത്യഭാമയെ കണ്ടതായിട്ട് സുസ്മിത നടിക്കുന്നത്. ആ ഭാമാൻ്റെയും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ കണ്ണൊക്കെ വിടർത്തി നിൽക്കുമ്പോൾ സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറുകയാണ്.
നീ ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ എന്ന് ഭാമ ചോദിക്കുമ്പോൾ ആൻറ്റി വന്നിട്ട് കുറേ നേരമായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇത്തിരി സമയമായി, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ തമാശയ്ക്കാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ഭർത്താവിനോട് പറയരുതെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്, എനിക്ക് രോഹിത്തേട്ടനെ ജീവനാണെന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് മോള് പൂജാമുറിയിലേക്ക് വാ, ഇന്നിനി ഒരുപാട് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഉണ്ട്, നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാമ മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം പക്ഷേ കഴുത്തിലെ താലി പൊട്ടിപ്പോയതും താലി ഇല്ലാത്തതൊന്നും സത്യഭാമ ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് പത്മാവതിയമ്മയും അങ്ങ് പോകുമ്പോൾ ദേഷ്യത്തോടെ രോഹിതിനെ സുസ്മിത നോക്കിയിരിക്കുകയാണ്. അന്നേരം വിഷ്ണു നമ്മളൊക്കെ എന്ത് അഭിനയം, ഇതല്ലേ തകർക്കുന്നതെന്ന് പറഞ്ഞ് തൊഴുതൊക്കെ കാണിച്ചിട്ട് വിഷ്ണു അങ്ങ് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് രോഹിത് അങ്ങ് മുറിമിട്ട് പോകുമ്പോൾ ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ റൂമിൻ്റെ ചുവരിലൊക്കെ നോക്കിയിട്ട് സുസ്മിതയോട് ചോദിക്കുകയാണ്, അല്ല സുസ്മിതയെ ഒരു സംശയം, ഈ സ്വർഗത്തിൽ എവിടെയാണ് എട്ടുകാലി വലയെന്ന്? അന്നേരം എട്ടുകാലി വലയോ എന്നിങ്ങനെ അറിയാത്ത ഭാവത്തിൽ, കാര്യം മനസ്സിലാത്ത ഭാവത്തിൽ സുസ്മിത ചോദിക്കുമ്പോൾ, അല്ല നീയല്ലേ പറഞ്ഞത് ഇവിടെ സ്വർഗമാണെന്ന്, ഇവിടെ ആണെങ്കിൽ ദേ മുഴുവൻ എട്ടുകാലി വലയും, മുട്ടയിട്ട് പെരുകുന്ന കുറേ എട്ടുകാലികളും, അപ്പോൾ പിന്നെ അവിടെ സ്വർഗത്തിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പോടി പിശാച് എന്നെ പേടിപ്പിക്കാതെ എന്നും പറഞ്ഞ് ആ ചുവര് മൊത്തം നോക്കുകയാണ്. നേരം ചിലന്തി വല ഫുള്ളായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് ആ പൊടി പിശാച് എന്ന് പറയുമ്പോൾ നമ്മൾ പോണേന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ഇറങ്ങി പോവുകയാണ്. പോകാൻ നേരം കടിക്കാതെ സൂക്ഷിച്ചോളണേന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ഇങ്ങനെ ചുറ്റിയ ചുവരിലേക്ക് നോക്കുമ്പോൾ ഒരു ചെലന്തി വന്ന് സുസ്മിതയുടെ തോളിലേക്ക് വീഴുന്നുണ്ട്. അയ്യോ എട്ടുകാലി എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ഞെട്ടി മാറുമ്പോൾ, നിന്നോടല്ല പറഞ്ഞത്, എട്ടുകാലിയോടാണ് പറഞ്ഞത് സൂക്ഷിച്ചോളണേന്ന് ഇങ്ങനെ ശാലിനി പരിഹസിക്കുകയാണ്. അന്നേരം പൊടിയെന്നും പറഞ്ഞ് ഇങ്ങനെ കാലൊക്കെ എടുത്ത് ഒക്കെ കാണിക്കുകയാണ് സുസ്മിത. അന്നേരം ഞാൻ പോണേന്നും പറഞ്ഞ് ശാലിനി അങ്ങ് റൂം വിട്ടു പോകുന്നുണ്ട്. തുടർന്ന് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിക്കുകയാണ് പത്മാവതി. അന്നേരം സുസ്മിതയെ വിളിക്കുന്ന ശാലിനിയോട് പറയുമ്പോൾ ഇതാ വരുന്നുണ്ട് എന്ന് പറയുന്നു. വിഷ്ണുവും രോഹിതും ഒക്കെ ഉണ്ട്. തുടർന്ന് വേഷമൊക്കെ മാറി വേറെ സാരി കൊടുത്ത് സുന്ദരിയായിട്ട് സുസ്മിത വരികയാണ്. തുടർന്ന് ശാലിനിയോട് ആരതി തെളിയിക്കാനായിട്ട് ഭാമ പറയുന്നുണ്ട്. അതേപോലെ ശാലിനി ആരതിയൊക്കെ തെളിയിച്ച് ദീപങ്ങൾക്ക് മുമ്പിൽ തൊഴുത ശേഷം അതെല്ലാവർക്കും തൊഴുവാനായിട്ട് ആരതി തട്ടം നീട്ടുകയാണ്. തുടർന്ന് പത്മാവതിയും ഭാമയും വിഷ്ണുവും ഒക്കെ രോഹിതും ഒക്കെ അത് തൊട്ട് തൊഴുന്നുണ്ട്. തുടർന്ന് സുസ്മിതയുടെ അടുത്തേക്ക് എത്തുമ്പോൾ വേണ്ടാത്ത പോലെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ അങ്ങ് തൊടുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇങ്ങനെയല്ല സുസ്മിത, രണ്ട് കൈ കൊണ്ട് നിറഞ്ഞ മനസ്സോടെ എന്ന് പറയുമ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുസ്മിത ശാലിനി പറഞ്ഞതുപോലെ രണ്ട് കൈ കൊണ്ടും തൊഴുകയാണ്. അന്നേരം ഇനി എന്താടി, മനുഷ്യനെ കൊണ്ട് കോമാളി വേഷം കെട്ടിക്കാനായിട്ട് നിനക്ക് മതിയായില്ലേ എന്നിങ്ങനെ പല്ലിടിച്ച് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം മതിയായിട്ടില്ല, ഇനിയുമുണ്ട് എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് ആ താലിയുടെ കാര്യം ഓർമ്മിക്കാനായിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല സുസ്മിത നീ താലി തൊട്ട് തൊഴുതില്ലല്ലോ എന്ന്. അന്നേരമാണ് തൻ്റെ കഴുത്തിൽ താലി ഇല്ല എന്ന് സുസ്മിത ഓർമ്മിക്കുന്നത്. തുടർന്ന് ഭാമയും ബാക്കി എല്ലാവരും സുസ്മിതയുടെ കഴുത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ താലിയില്ല. അന്നേരം ഭാമ അടുത്തേക്ക് ചെന്നിട്ട് ദേഷ്യത്തോട് ചോദിക്കുകയാണ്, അല്ല സുസ്മിത നിന്റെ താലി എവിടെയെന്ന്. അന്നേരം ഉത്തരമില്ലാതെ അങ്ങ് വിളറി വിയർത്തങ്ങ് സുസ്മിത നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫുള്ള് കാണണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.